തിരുമറ്റ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വാമിമാരുടെ അരികിൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അജയൻ. നയന ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അജയൻ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട്, നയനമോള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇനി നിനക്കതൊന്ന് വിളമ്പുകയും ചെയ്തുകൂടെ എന്നുള്ള കാര്യം ജാനകിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഓ ഇവിടെ വലിയ വിളമ്പുകാരി ഉണ്ടല്ലോ, അവൾ അങ്ങ് വിളമ്പിയാൽ മതി എന്ന് പറയാണേ. അത് കഴിഞ്ഞ് ജയൻ ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ് എന്നുള്ള കാര്യം പറയണേ. ഏട്ടാ, അമ്മ ഉണ്ടാക്കി തരുന്നതിനേക്കാൾ നന്നായിട്ടുണ്ടെന്ന് പറയണമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശി അത് കേൾക്കണ്ട എന്നുള്ള കാര്യം. അമ്മ കേട്ടാലും ഒരു കുഴപ്പമില്ല, ഇവിടെ ഏറ്റവും കൂടുതൽ നയനയെ പ്രശംസിക്കുന്നത് അമ്മ തന്നെയാണ് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ, ഇവളുണ്ടാക്കിയ ഭക്ഷണം എന്തായാലും നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത്? പായസത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങളും കഴിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉത്തമ ബോധത്തോടു കൂടി തന്നെയാണ്. അതുമാത്രമല്ല ദൈവികമായിട്ടുള്ളൊരു ശക്തി ഭക്ഷണത്തിലുണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ നയന. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും പോരാ, അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ എല്ലാവരും കൂടി നയനയെ ഇങ്ങനെ സംസാരിക്കുന്ന രീതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്തായാലും നിന്നിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ എനിക്ക് വയ്യ, ഇത്രയും നല്ലൊരു ദിവസമായിട്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് ജാനകി അവൾ പോയല്ലോ, ഇനി ഞാൻ ഭക്ഷണം വിളമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, ഇനി നീ ഭക്ഷണം വിളമ്പണമെന്നില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്കെടുത്ത് കഴിക്കാൻ അറിയാം എന്നുള്ള കാര്യം. അങ്ങനെ നയന അവിടുന്ന് ചെല്ലുമ്പോഴാണ് ദേവയാനി നയനെ കണ്ട ഉടനെ തന്നെ പറയുന്നത്, 41 ദിവസം നീ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ള കാര്യം. ആദർശേട്ടൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അവൻ്റെ അടുത്ത് ചോദിച്ചോ, എന്തായാലും 41 ദിവസം ഇവിടെ നീ ഇല്ലാത്തത് നല്ലതാണ്, എനിക്ക് നിന്റെ മുഖം കണി കണ്ട് ഉണരുന്നതിനോട് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, പണ്ട് അമ്മയുടെ മോനും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോൾ എന്നെ കണി കണ്ട് ഉണരുന്നതാണ് നല്ലത് എന്നുള്ള കാര്യമാണ് അമ്മയുടെ മോൻ പറയുന്നതെന്ന് പറയുമ്പോൾ, അവനങ്ങനെ മാറും, പക്ഷെ ഞാൻ അങ്ങനെ മാറുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. എന്നെയും അവനെയും അകറ്റി ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, ഈ 41 ദിവസം അവനെ എന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിന് നീ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ 41 ദിവസം കഴിഞ്ഞാലും അമ്മയുടെ മോന് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഒന്നു ചേരില്ല, 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അകറ്റുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ നയനാകെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ നവ്യ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും നിന്റെ മുഖം ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ദേവയാനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നവ്യയുടെ അടുത്ത് നമ്മുടെ നയന പറയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വേറെ എന്തെങ്കിലും മാർഗത്തിൽ ഞങ്ങൾ അകറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ, അത് ശരിയാടി, ആദർശേട്ടൻ്റെ മനസ്സിൽ നിന്നും നിന്നെ അകറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല. ആദർശേട്ടനെ എന്തുകൊണ്ടാണ് മുത്തശ്ശൻ ഒക്കെ ഏൽപ്പിച്ചെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയോ? സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ ആദർശേട്ടനോടുള്ള വിശ്വാസം, ആ വിശ്വാസം അത് എനിക്കും ആദർശേട്ടനോടുണ്ട്. ആദർശേട്ടൻ ഒരിക്കലും എന്നോടുള്ള സ്നേഹം കുറയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാൻ കേട്ടോ. അല്ല, നിന്റെ അമ്മയമ്മയുടെ വാക്കം കേട്ടിട്ട് നീ പോകാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആദർശിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 41 ദിവസം പോയിട്ട് 4 ദിവസം പോലും എന്നെ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നതൊക്കെ ദേവയാനി കേൾക്കാണ് കേട്ടോ. അതുമാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ഞങ്ങളെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, ഈ 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് രാത്രി ഉറങ്ങാനൊന്നും പറ്റാതെ നയനയെ വിളിക്കുന്നുണ്ട്. നയനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഒരുപാട് രാത്രിയായിട്ടും എന്താ ആദർശമായിട്ട് ഉറങ്ങാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ സൗണ്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. ഇപ്പം എൻ്റെ സൗണ്ട് കേട്ടില്ലേ, ആദർശേട്ടൻ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആദർശും നയനും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. ദേവയാനിയുടെ മനസ്സിൽ ആ നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടല്ലോ. ആദർശിനെ കാണുന്ന ഉടനെ തന്നെ മോനെ എന്ന് പറഞ്ഞങ്ങാണ്ട് വിളിച്ചിങ്ങാണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ആദർശിന് അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കറിയാടാ, നിന്റെ ഹണിമൂൺ ട്രിപ്പ് ഞാൻ കൊളാക്കിയതിൻ്റെ പേരിലായിരിക്കുമല്ലേ നിനക്ക് എന്നോട് നീരസം എന്നുള്ള ചോദിക്കുമ്പോൾ, എനിക്ക് അമ്മയോട് ഒരു നീരസവും ഇല്ല, പിന്നെ മുത്തശ്ശിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് ഞാനത് കഠിന വ്രതം തന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ മുടങ്ങിപ്പോയ ഹണിമൂണും നല്ല രീതിയിൽ നടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്രതം എടുക്കാതെ തീരുമാനിച്ചതെന്ന് പറയുമ്പം
ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം കൂടി ചെയ്യണം മോനെ. നിങ്ങളുടെ ഹണിമൂണും നല്ല രീതിയിൽ നടക്കണം, മുത്തശ്ശിന്റെ ആരോഗ്യവും നല്ല രീതിയിൽ പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നയന ഇനി 41 ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭർത്താവും ഭാര്യയും എന്തായാലും അകന്നിട്ടാണ് ഒരു വീട്ടിൽ കഴിയുന്നത്. അതിനേക്കാൾ നല്ലത് അവൾക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് കുറച്ചു ദിവസം നിന്നാ മതിയല്ലോ. അങ്ങനെയാകുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമാണെടാ. ഭർത്താക്കന്മാര് മാലയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് പറ്റാത്ത സമയത്തൊക്കെ അവരവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. പരസ്പരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിന് ഒരു ഇടർച്ചയൊക്കെ വരും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന നല്ലതെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശിന് ശരിക്കും ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ മാല ഇട്ടതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. എന്താ നീ തന്നെ പറഞ്ഞ നിന്റെ ഭാര്യയുടെ അടുത്ത് അവളുടെ അടുത്ത് 41 ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറ. അവിടെ ആകുമ്പോൾ അവളും ഹാപ്പി ആയിരിക്കല്ലോ. അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതാണല്ലോ ഇഷ്ടം. നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അവളെ കൊണ്ടുപോകുന്നത് അവളുടെ വീട്ടിലേക്കല്ലേ. അപ്പോൾ അവൾ അവിടെ പോയി നിൽക്കട്ടെ. എന്താ നിന്റെ തീരുമാനം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ വാക്ക് ധിക്കരിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അച്ഛൻ മാലയിട്ട സമയത്തൊക്കെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാറായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പം ദേവി എനിക്ക് തിരിച്ചൊന്നും പറയാനില്ലേ. അമ്മ അച്ഛൻ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യ എന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. അവൾക്കറിയാം മണ്ഡലകാലത്ത് ഒരു ഭർത്താവിൻ്റെ അടുത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ നിന്നാൽ മതി. ഇനിയിപ്പോൾ അവളെ അമ്മയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇവിടെ 2 റൂമിലല്ലേ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നയനയുടെ വീട്ടിൽ പോയിട്ട് സ്വാമിയായിട്ട് അവിടെ കഴിഞ്ഞോളാം. മലപോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചിങ്ങോട്ട് വരാം. എന്താ അമ്മേ, അത് സമ്മതാണോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. ഓഹോ, അപ്പം നിനക്ക് എൻ്റെ വാക്കിനേക്കാൾ വലുത് നിന്റെ ഭാര്യയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ വാക്കും എൻ്റെ ഭാര്യയും ഒക്കെ ഒരുപോലെയാണ്. അമ്മയ്ക്കാണ് അത് വ്യത്യാസമായിട്ട് തോന്നുന്നത്. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നത് അമ്മ ചീത്ത രീതിയിൽ കാണുന്നത് കൊണ്ടാണ് കുഴപ്പം. എൻ്റെ ഭാര്യയെ അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് അമ്മയ്ക്ക് നയനയുടെ സ്നേഹം മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ദേവയാനി വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ. ആ ഒരു വിഷമത്തിലാണ് കേട്ടോ ദേവയാനി. അതേസമയം അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ട് നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്